മെമ്മറി കാർഡ് വിഷയത്തിൽ അതിജീവിത നൽകിയ ഹർജിയിൽ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയിരിക്കുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് കേസിൽ നിന്ന് പിന്മാറിയത്. മെമ്മറി കാർഡ് പരിശോധനയിലെ SIT അന്വേഷണ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അതിജീവിത കോടതിയിലേക്ക് പോകുമ്പോഴാണ് ഹൈക്കോടതിയിൽ വീണ്ടും ജഡ്ജിയുടെ പിന്മാറ്റം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഹൈക്കോടതി ജഡ്ജിയും പിന്മാറുന്നു എന്നുള്ളതാണ്. ഹർജി മറ്റു ബെഞ്ച് പരിഗണിക്കും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ രണ്ടാമത്തെ ജഡ്ജി പിന്മാറുന്നു. ജഡ്ജി കൗസർ എടപ്പകത്താണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. നേരത്തെ അതിജീവിതയുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ മറ്റൊരു ഹർജി പരിഗണിച്ചിരുന്ന കോടതി ജഡ്ജി എന്ന നിലയ്ക്കാണോ അദ്ദേഹത്തിന് പിന്മാറ്റം? അങ്ങനെ തന്നെയാണ്. ഈ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ തന്നെ, അതായത് ഇത് ഈ മെമ്മറി കാർഡിൽ അന്വേഷണം SIT അന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ ഇത് രണ്ടാമത്തെ ജഡ്ജിയാണ് പിന്മാറുന്നത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയിരുന്നു. ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും, അതിനുശേഷം ഇന്നലെ പരിഗണനാ പട്ടിക വരുമ്പോൾ പുറത്തു വന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പരിഗണിക്കുമെന്നായിരുന്നു. പക്ഷേ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. ഇന്ന് ഹർജി അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അങ്ങനെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ജഡ്ജി തന്നെ ഈ അവോയ്ഡ് ചെയ്യുന്നു, അതായത് താൻ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു എന്ന തുറന്ന കോടതിയിൽ അഭിഭാഷകരെ അറിയിച്ചത്. പ്രത്യേകിച്ചും ഹർജിക്കാരിയുടെ അതിജീവിതയുടെ അഭിഭാഷകരെ അറിയിച്ചത്. നേരത്തെ തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെമ്മറി കാർഡ് പരിശോധനയിലെ SIT അന്വേഷണ ആവശ്യമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത്. ഈ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയതോടുകൂടി മറ്റൊരു സിംഗിൾ ബെഞ്ചായിരിക്കും പരിശോധിക്കുക. അതൊരു പക്ഷേ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും അതിൽ തീരുമാനമെടുക്കുക. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നേരത്തെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജഡ്ജിയായിരുന്നു. ഇദ്ദേഹം ജഡ്ജിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പോൾ കൗസർ എടപ്പകത്തായിരുന്നു ജഡ്ജി. അപ്പോൾ അതിലാണ് ഒരു പുനരന്വേഷണം അതിജീവിത ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതേ ജഡ്ജി ആ ബെഞ്ചിലേക്ക് എങ്ങനെ വരും? അപ്പോൾ ആ ജഡ്ജി പാടില്ല എന്ന എന്തെങ്കിലും ആവശ്യം അതിജീവിത മുന്നോട്ട് വച്ചിരുന്നു? ഈ ബെഞ്ച്, അതായത് ഇന്നലെ ഈ പരിഗണനാ പട്ടിക പുറത്തു വരുമ്പോൾ തന്നെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലേക്ക് വരുന്നതിൽ ഈ അതിജീവിതയുടെ അഭിഭാഷകയും അവർക്കൊരു പ്രതിഷേധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു നിരാശയുണ്ടായിരുന്നു. കാരണം ഈ കേസ് നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചുമതലയുള്ള കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് മെമ്മറി കാർഡ് പരിശോധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മാറുന്നത്, അത് ഫോറൻസിക് സയൻസ് ലാബിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അത്തരമൊരു ആ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയായി മാറുമ്പോൾ ആ ജഡ്ജിയുടെ മുന്നിലേക്ക് ഈ ഹർജി എത്തുന്നതിൽ ഈ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക നിലനിൽക്കുകയാണ് ഇന്ന് ഈ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് വരുന്നത്. ശരി, ഏതായാലും ആ ജഡ്ജിയും മാറിയിരിക്കുന്നു, സ്വമേധയാ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. റോഷിബാലിക്ക് കൂടി. റോഷിബാൽ, ഇപ്പോൾ എന്താണോ ആ കേസ്, എന്താണോ അതിജീവിതയുടെ ഹർജി, ആ ഹർജിയിൽ ആരോപണ വിധേയൻ അല്ലെങ്കിൽ സംശയത്തിൽ നിലനിൽക്കുന്ന ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് തന്നെ ആ കേസ് എത്തുന്നു. അതാണ് സംഭവിച്ചപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പിന്മാറുമ്പോൾ അതിന്റെ പഴയ കാര്യങ്ങൾ എങ്ങനെ പരിശോധിക്കണം റോഷിബാൽ? സ്മൃതി അങ്ങനെയാണ്. കാരണം 3 കോടതികളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവ് ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത്. അതിൽ രണ്ടാമത് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ട കോടതികൾ ഒന്ന് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു. അന്ന് അവിടെ ജഡ്ജായിരുന്നത് കൗസർ എടപ്പകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് വസ്തുതാ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ കൗസർ എടപ്പകത്തിന്റെ കൈവശം മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ മൊഴി കൂടി നൽകിയിരുന്നു. അത് വിചാരണ കോടതി ജഡ്ജായിരുന്ന ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് അങ്ങനെ ഒരു മൊഴിയുണ്ടായിരുന്നത്. പക്ഷെ ആ മൊഴിയിലോ ആ റിപ്പോർട്ടിലോ തുടർ നടപടി ഉണ്ടായിട്ടില്ല. ആദ്യം അത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുകയാണ് മെമ്മറി കാർഡിൽ നിയമവിരുദ്ധ പരിശോധന നടന്നത്. ഏറ്റവും ഒടുവിൽ വിചാരണ കോടതി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അവിടെ കോടതി നടപടിക്രമങ്ങൾ ഇല്ലാത്ത സമയത്ത് ഒരു മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ 3 തരത്തിലാണ് ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടത്. ആ മെമ്മറി കാർഡിലുള്ള പീഡന ദൃശ്യങ്ങൾ ചോർന്നോ എന്ന ആശങ്കയാണ് അതിജീവിതയ്ക്കുള്ളത്. ഇതിൽ 2022 ഫെബ്രുവരി ആദ്യവാരത്തിലാണ് ഇങ്ങനെ മെമ്മറി കാർഡിൽ നിയമവിരുദ്ധ പരിശോധന നടന്നതിന്റെ സൂചനയായുള്ള ഹാഷ് വാല്യൂ മാറിയെന്നതിന്റെ സയന്റിഫിക് റിപ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് അതിജീവിത അതിൽ നിയമപോരാട്ടം തുടങ്ങുകയും ചെയ്തത്. ഏതായാലും ഹൈക്കോടതി തന്നെ ഇതിൽ കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് തന്നെ കൃത്യമായി ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ അതിജീവിതയ്ക്ക് നീതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇത് വളരെ ഗുരുതരമായ സംഭവമാണ്. അവരുടെ സ്വകാര്യത ഹരിക്കപ്പെട്ടു, അവരുടെ വേദന കോടതി മനസ്സിലാക്കുന്നു എന്നടക്കമുള്ള വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന അന്വേഷണത്തിലുള്ള നടപടി ഇല്ലാത്ത ഒറ്റ കാരണത്തിലാണ് പോലീസ് അന്വേഷണം വേണം, നിയമപരമായ നടപടി വേണം, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയത്. ആ ഘട്ടത്തിലാണ് ഇതിൽ സംശയമുനയുള്ള ജസ്റ്റിസിന്റെ മുന്നിലേക്ക് ഈ ഹർജി എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്വമേധയാ പിന്മാറുമെന്ന പ്രതീക്ഷയുണ്ടായി. ഇന്നലെ തന്നെ അഭിഭാഷകർ ഈ കാര്യം ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇനി ഏത് ബെഞ്ചിലേക്കാണ് ഈ ഹർജി വരിക എന്നതാണ്. ആദ്യ ബെഞ്ചിലെത്തിയപ്പോൾ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് പിന്മാറി. ഇപ്പോൾ രണ്ടാമത്തെ ജസ്റ്റിസ് പക്ഷേ ഇതിൽ ബന്ധമുണ്ട്, ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയനായതുകൊണ്ട് സംശയമുനയുള്ളതുകൊണ്ട് പിന്മാറുന്നു. ഇനി മറ്റാരുടെ മുന്നിലേക്കാണ് ഇത് വരിക എന്നതാണ്, ഈ ഹർജി വരിക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇത് വർഷങ്ങളായി ഈ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം അതിജീവിതം തുടരുമ്പോൾ അതിനൊപ്പം ഇപ്പോൾ നിയമസഹായ വേദിയും ഉണ്ട് എന്നത് മാത്രമാണ്. സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖയായ അഭിഭാഷക വൃന്ദ ഗ്രോവർ തന്നെയാണ് നേരിട്ട് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ഹാജരായത്. അങ്ങനെ വലിയൊരു പോരാട്ടത്തിന് വേണ്ടി അതിജീവിത തയ്യാറെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും ഹൈക്കോടതിയിൽ ഒരു ജസ്റ്റിസ് കൂടി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത്. ശരി, ശ്യാം ദേവരാജും ആർ ഋഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്. മെമ്മറി കാർഡിലെ SIT അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് നൽകാനാകുന്നത്. ശ്യാം ദേവരാജിലേക്ക് വീണ്ടും. ശ്യാം, ഇപ്പോൾ 2 ജഡ്ജിമാർ ഒരു കേസിൽ നിന്ന് പിന്മാറുന്നു. ആദ്യത്തെ ജഡ്ജിയുടെ പിന്മാറ്റത്തിന്റെ കാര്യം എന്തായിരുന്നു? രണ്ടാമത്തെ പിന്മാറ്റമാണല്ലോ ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടത്. സ്മൃതി, 2 പിന്മാറ്റങ്ങളാണ്. 2 ഹൈക്കോടതി ജഡ്ജിമാരാണ് അതിജീവിത ഈ മെമ്മറി കാർഡിൽ അന്വേഷണം ആവശ്യപ്പെട്ട്, പ്രത്യേകിച്ചും SIT തലത്തിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്കാണ്. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഈ ഹർജി ആദ്യം പരിഗണിക്കുമ്പോൾ ഉന്നയിച്ചിരുന്ന കാര്യം, അതിജീവിത ആദ്യം ഹൈക്കോടതിയുടെ ഭരണനിർവഹണ വിഭാഗത്തിന് പരാതി നൽകിയോ എന്നൊരു കാര്യമാണ്. പോലീസിനടക്കം പരാതി നൽകിയോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തത വരുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക വ്യക്തത വരുത്തുന്നത് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ നേരത്തെ ഹൈക്കോടതി ഭരണനിർവഹണ വിഭാഗത്തിന്റെ ചുമതലയിലുണ്ടായിരുന്നു. ആ സമയത്താണ് പരാതി നൽകപ്പെട്ടത് എന്ന കാര്യമാണ്. പക്ഷേ ആ പരാതിയിൽ ഇതുവരെയും നടപടിയൊന്നും എടുത്തിട്ടില്ല. താൻ ഭരണനിർവഹണ വിഭാഗത്തിന്റെ ചുമതലയിലിരിക്കെ തനിക്ക് ലഭിച്ച ഒരു പരാതി താൻ നടപടി എടുക്കേണ്ടുന്ന ഒരു കാര്യം, അത് പക്ഷേ ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതേ ചോദ്യം ഉന്നയിക്കുന്നു. അത് അക്കാര്യത്തിൽ വ്യക്തത വരികയും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അക്കാര്യത്തിൽ ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ആദ്യം പിന്മാറുകയും ചെയ്യുന്നു. ശരി ശ്യാം, എന്തായാലും അതിജീവിതയുടെ തുടർ പോരാട്ടങ്ങളിൽ പല തടസ്സങ്ങളായി വരുമ്പോൾ ഇപ്പോൾ കേസിൽ 2 ജഡ്ജിമാർ 1-2 എന്ന മട്ടിൽ പിന്മാറേണ്ട സാഹചര്യം കൂടി വന്നിരിക്കുന്നു. അടുത്ത ബെഞ്ച് അതിജീവിതയുടെ ഹർജി പരിഗണിക്കും.